മൂടിങ്ങനെ വെച്ചിട്ട് വേണം. അയ്യോ മൂടി. എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, മൊമ്മ വാങ്ങിക്കാൻ പോയിട്ടാ. അപ്പൊ ഞാൻ നമ്മുടെ ഒരു ഫേവറേറ്റ് പേഴ്സണെ കാണിച്ചു. ഓക്കെ വരൂ. എൻ്റെ അനിയൻ കാണിക്കുന്നൊക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആഫ്റ്റർ ലോങ് ഡേയ്സ്, ഇല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഇനി ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വ്ലോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇപ്പം എല്ലാം ഉറങ്ങി അണിച്ചിട്ടുള്ള ഫേസ് ഒന്നും കഴിയിട്ടില്ല. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഭയങ്കര തിരക്കായിരുന്നു വീട്ടിലൊക്കെ. കാരണം ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ തിരക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ഒരു പണിയും നടന്നിട്ടില്ല. ഈ റെൻറ്റിനിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ഒരു വീട് മാറണമെങ്കിൽ എന്തിന് സാധനങ്ങളും പെറുക്കിയിട്ടൊക്കെ എടുത്ത്, അയ്യോ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഒക്കെ മെസ്സായിട്ട് കിടക്കുകയാണ്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വാരിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട് മാറുമുണ്ടല്ലോ, ഏറ്റവും വലിയ സങ്കടം എനിക്ക് എൻ്റെ ആലോവേര ജെല്ലി അവിടെ, മീൻസ് ആലോവേര ചെടി അവിടെ വയ്ക്കുന്നത്. മേഡം ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്, അതല്ല ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് 2-3 വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടോ? കുറേ ആലോവേര ചെടിയുണ്ട്. പക്ഷേ സ്ഥലങ്ങളില്ലാത്ത കാരണം കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ മണി പ്ലാന്റ് കണ്ടില്ലേ, ഇത് വെക്കാനും സ്ഥലമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടില്ല. ഒന്നും വിചാരിക്കും മെസ്സിയായിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഫുള്ളിതാ വലിച്ചു വാരി, ഒന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ കിച്ചൺ പിന്നെ പറയണ്ടല്ലോ, കിച്ചണിലാണ് കുറച്ച് നീറ്റാക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് വന്നിട്ട് ഞങ്ങൾ പപ്പടം, ഇത് എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും ടൈറ്റാനിക് കാണാൻ പോയി. അപ്പോൾ വാങ്ങിച്ചത് ടാറ്റന്ന് വരുന്നൊരു വായിന്ന്. ഓക്കെ, അപ്പോൾ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. എന്താ പഴം. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ പോട്ടെ. ആക്ച്വലി ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല, അതാണ് ഇതൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലാണ്ടില്ലേ, ഫുള്ള് ഇതിങ്ങനെ കിടക്കുകയാണ്. ഞാൻ ആദ്യം ബ്രഷ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു കോൾഗേറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ സജസ്റ്റ് ചെയ്തതായിരുന്നു, കാരണം പല്ല് വേദനയ്ക്ക്. പല്ലുവേദന കുറച്ച് മാറി. അപ്പോൾ അത് തന്നെ ഇതത് ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യണത്. ബ്രഷല്ല, കോൾഗേറ്റ്. ആക്ച്വലി എക്കോ അടിക്കും. കാരണം ഉണ്ടല്ലോ, എൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ സ്റ്റാൻഡ്, അത് വീട് മറന്നിട്ടില്ല, എവിടെ വെച്ചൊന്നും അറിയില്ല. അത് ഞാനൊരു ഷെൽഫിൽ വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. ഓക്കെ, എക്കോ അടിക്കണമെങ്കിലും വെരി സോറി. അപ്പോൾ ഞാൻ കുറച്ച് കോൾഗേറ്റ് ബ്രഷ് എടുത്തു, പല്ല് തേക്കാൻ പോവാണ്. ഓക്കെ, ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫേസ് കഴുകി സുന്ദരിക്കുട്ടി അവൻ ട്രൈ ചെയ്യാണ്. കുളിക്കണം, അപ്പോഴേ ആവുള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തി ബ്രഷ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രഷ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാൻ പോകണം. കാരണം ഞാൻ കുളിക്കുന്ന മുമ്പായിട്ട് കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഞാൻ എൻ്റെ ഓയിൽ ഇത് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് തേച്ചിട്ട് ആണ് ഞാൻ ഫ്രഷ് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊരു കുറച്ചൊരു പാത്രത്തിട്ടിട്ട് പിന്നെ ചായ ചൂടാക്കിയിട്ട് ദെൻ വീണ്ടും ഫ്രഷ് ആവും. ഓക്കെ, ഞാൻ ചായ ചൂടാക്കട്ടെ. അപ്പോൾ ഞാൻ ചായ ചൂടാക്കാൻ പോവുകയാണ്. ആക്ച്വലി ഇത് ഓൾറെഡി എൻ്റെ അമ്മ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാത്രം കുടിച്ചാൽ മതി. ചായ, പാൽ ചായ. പിന്നെ ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഹെയർക്ക് എത്ര വേണ്ടോ അതിനനുസരിച്ച് കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടി എന്താ പറയുക, കൊളക്കൊളാന്നിരുന്ന ടീമാണ്. പിന്നെ ഇന്ന് ഈ പുറത്തും കൂടി പോകണം. അപ്പോൾ ജസ്റ്റ് വേഗം വാഷ് ഓഫ് ആകാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയ സ്പൂണിൻ്റെ 3 സ്പൂണ് അതില്ലേ. അപ്പോൾ ചായ ചൂടാക്കിയ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ഇത് എന്താ പറയുക, ചോളം. ഓക്കെ, നമുക്ക് ചോളം വറുക്കാം. 2 പിടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അനിയത്തിയും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതി. ആക്ച്വലി ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല, എണ്ണ ഒഴിക്കാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ അപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, കണ്ടോ, അയ്യോ പൊട്ടിത്തെറിക്കണ്ടില്ലേ, ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലേ ഒരു പാത്രം മൂടി ഇങ്ങനെ വെച്ചിട്ട് വേണം, മൂടി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇത് ചെയ്യാൻ.
പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നോക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് ഫ്ലവർ. ഇനി ഞാൻ വീഡിയോ എടുത്ത് തരാം, എനിക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാനുണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് നേപ്പാളിലെ പോപ്കോൺ ഉണ്ടാക്കാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ. അതിൻ്റെ പ്രതിഫലമാണ്. നോക്ക് ഫുള്ളും തെറിച്ച് വീണിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ അനിയത്തിൻ്റെ എനിക്ക് ചീത്ത കിട്ടും. നോക്ക് ഇത് വിചാരിക്കും എന്ത് ഇത്ര വലിയ ഇത് വെച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആക്ച്വലി ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് വേറെ ഒന്നും ഒരു പാത്രമൊന്നും വേഗം കിട്ടിയില്ല. അപ്പോൾ വേഗം എടുത്ത് ഇങ്ങനെ ഇട്ടു, അല്ലെങ്കിൽ ഉള്ളതും പോകും. നോക്കി തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വാവ്, ഇതാണ് ഇപ്പം ഞങ്ങളുടെ പോപ്കോണിൻ്റെ കണ്ടീഷൻ. അങ്ങനെ പല കടമ്പകൾ താണ്ടി ഉണ്ടാക്കിയ എൻ്റെ മക്കായി ആണ്ട് ചായയാണ്. അപ്പോൾ ഞാനത് എൻ്റെ അനിയത്തിക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ ഗ്ലാസ്സിൽ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ചായ ആൻഡ് മക്കായി. ബേബി കഴിക്കിട്ടാ. ഓക്കെ, അവൾ ഭയങ്കര ടെൻഷനിലാണ്, കാരണം അവൾ വർക്കിൽ കയറി നോക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ മുടിയിൽ ഫുൾ എണ്ണ ഇട്ടിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എണ്ണ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊരു പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ശേഷം വാഷ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സമാധാനത്തിൽ പോയി നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കുളിക്കാം കേട്ടോ. പോയിട്ട് തല കഴുകാം. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ആ എണ്ണ പിടിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ചായ കുടിക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കുളിച്ച് ഫ്രഷായ ശേഷം നമുക്ക് വീണ്ടും കാണാം. ഹലോ, അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ജസ്റ്റ് വേഗം ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ റെഡി ആവുന്ന വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കാരണം അത് ഇട്ടാൽ പിന്നെ ഇതെന്നും ചെയ്യുന്നതുള്ള അങ്ങനെ കമൻറ്റ് വരും. പിന്നെ അത് കാരണം ഞാൻ വേഗം ഒന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ, ഞാൻ ഗാർണിയറിൻ്റെ ഒരു മോയ്സ്ചറൈസ് ക്രീമാണ് തേക്കുന്നത്. ബ്രൈറ്റനിങ് കംപ്ലീറ്റ് വേണ്ടൊരു ക്രീമാണ്. ഓക്കെ, മേ ബി പുറത്തത്തെ ഒരു ഇത് കാരണം ഫേസ് ക്ലിയർ കാണില്ല, ബട്ട് ഒന്നും അതിശയം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു സൺസ്ക്രീൻ തേച്ച് എൻ്റെ മേക്കപ്പ് ഫിനിഷ്. ഓക്കെ, ഇന്ന് ബാങ്കിൽ പോകണം. പിന്നെ തുണി അളക്കാൻ കല്ലില്ല, അതും വാങ്ങിക്കാൻ പോകണം. കാലം പോയാൽ പൊക്ക കെട്ടില്ലേ, തുണി തിന്നുമ്പോഴും കല്ല് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു. കല്ല് വാങ്ങിക്കാൻ പോകണം. ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പം ഞാൻ പെട്ടെന്നൊന്നും പോകണം. ഓക്കെ, അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ല എങ്ങനെയുണ്ട് ഗായ്സ്? അപ്പോൾ ഞാൻ പഴം കഴിക്കാൻ പോവാണ്, കാരണം സമയമായി ഓൾറെഡി. അപ്പോൾ ഞാൻ വെക്കുന്നുണ്ട് വലിയ പഴമാണ്. അതിന് കട്ട് ചെയ്തിട്ട് ഹാഫ് കഴിക്കാൻ വിചാരിച്ചു. അത് മുറിയാത്ത. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ കഴിക്കാൻ വെച്ചിട്ടാണ്, കാരണം സമയമായി. ഇപ്പം നമ്മൾ ചോറ് ധൃതിയിൽ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ് ഇറങ്ങിയില്ല വയറ്റ് തോണ്ടേന്ന്. അപ്പോൾ ഈ പഴമാകുമ്പോൾ പെട്ടെന്ന് വേഗം കഴിക്കാമല്ലോ. ഞാൻ പഴം കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഞാൻ ഇറങ്ങും. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് പോവാണ്. ആക്ച്വലി മുകളിലത്തെ ഫ്ലോർ ആയത് തന്നെ മുകളിൽ കയറി ഇറങ്ങി ഭയങ്കര ക്ഷീണം. അപ്പം എൻ്റെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വന്നിരിക്കുകയാണ്. എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടില്ലേ? പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഇരുട്ടെന്ന് വിചാരിക്കും. ആക്ച്വലി ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരു ഇരുട്ടായ പോലെയാണ്. അപ്പോൾ ഞാൻ കൊറിയർ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, മൊമ്മ വാങ്ങിക്കാൻ പോയിട്ട് കിട്ടാം. കാരണം എൻ്റെ ഫ്രണ്ടിന് മൊമ്മ വേണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ അവളുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവൾക്ക് എന്താ വേണ്ടടി ചോദിച്ചപ്പോൾ അവൾക്ക് മൊമ്മ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൊമ്മ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. മീൻസ് വാങ്ങിക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ ബോയ് ഫ്രണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അവൾ കുറച്ച് തിരക്കിലാണ്, അത് കാരണം അവളെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അവൾ ഫ്രഷ് ആവാൻ പൊരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ഒരു ഫേവറേറ്റ് പേഴ്സണെ കാണിച്ചു. ഓക്കെ, വരൂ വായോ. യെസ്, ഹലോ പറയൂ ഡിച്ചു. ഹലോ, ഹായ്. ഡിറ്റുച്ചനില്ലേ ക്യാമറ വീഡിയോസ് എടുക്കുന്നത്, ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഡിറ്റുച്ചൻ്റെ ഒരു യൂട്യൂബും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഹലോ പറയൂ. ഹലോ, ഇവിടെ ഹലോ. അപ്പം ഞാൻ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാം, കളിക്കാം ഇല്ലേ ടിറ്റുച്ചു? ഇവിടെ ആൾ ഭയങ്കര ബിസിയാണ്, പുറത്ത് ഭയങ്കര സൗണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടിരിക്കുകയാണ് കുട്ടി.
ടാറ്റാ ടാറ്റാ. ചേട്ടാ ഏതാ എടുക്കുക അതിലെ നോക്കട്ടെ. കുഞ്ഞില്ല ഏതാ എടുക്കുക? കുഞ്ഞിന് എന്താ വേണ്ടത് നോക്കട്ടെ. കുഞ്ഞ് ഏതാ എടുക്കുക? ഫസ്റ്റ് ഏതാ എടുക്കുക? പൈസ. ഓ സൂപ്പർ സൂപ്പർ. കോയിൻസ് കണ്ടപ്പോ ഇതൊന്നും വേണ്ട, ചോക്ലേറ്റ് ഒന്നും വേണ്ട. കുഞ്ഞിന് ഇഷ്ടമുള്ള ഇതിലൊന്നും ടോയ്സ് ഒന്നും വേണ്ട. അടിച്ചുടാ, പൈസ മാത്രം മതിയോ? എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി എന്താ പാൽ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരു മധുരമാണ്. ഇനിയും ഒരു കിലോ ഇടാമായിരുന്നു അകി. നല്ല മധുരമുണ്ട്. ആക്ച്വലി ചൂടോട് കുടിച്ചാൽ നമുക്ക് മധുരം അറിയില്ല. തണുത്ത് കുടിക്കുമ്പോഴാണ് ആ ഒരു മധുരം നമുക്ക് പെട്ടെന്ന് തട്ടു അല്ലേ. അപ്പം നമ്മുടെ ഡിറ്റൂച്ചൻ ഉണ്ട്, പഠിക്കാൻ നിൽക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കഥയിലെ ഹീറോ ഡിച്ചു. ഡിച്ചു ഡിച്ചു ഡിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയൂ. എന്താ യൂട്യൂബിലെ ചാനൽ? പറയൂട് പൊന്നു. ഡിച്ചൂസ് മീഡിയ. വേഗം വന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പറയൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടില്ല. നമ്മൾ എന്താ പറയുന്നത് ശ്രദ്ധിക്കുന്നത് കണ്ടോ? പറയൂ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. എന്താണോ നിക്കണ്ടല്ലേ വണ്ടിയില്? അയ്യോ നിക്കണില്ല. ഇത് ഞങ്ങളുടെ ചന്ദൻ നഗറിലും കാളൻ കടയാണ്. നല്ല ടേസ്റ്റുള്ള കാളൻ കിട്ടൂട്ടാ. ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കാറ്. മുട്ടക്കാലനും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും. ഏട്ടാ ഹായ് പറയും. സൂപ്പറാണ്. ആരെങ്കിലും ചന്ദനം ട്രൈ ചെയ്യട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് മുട്ടക്കാളിനാണിത്. ഇതാണ് ഞാനിപ്പോൾ കഴിക്കാൻ പോണത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ഞാനൊരു തുണിത്തിരുമ്പള കല്ല് കണ്ടില്ലേ, ഇത് 425 രൂപയാണ്. ഈ ഒരു കല്ലും പിന്നെ ഒരു സ്റ്റൂളും വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറയാണ് വാഷിംഗ് മെഷീൻ ഒന്നും വേണ്ട, ഈ കല്ല് തന്നെ വേണം. കാരണം കല്ലിൽ തിരുമ്പി ക്ഷീണിച്ച കാരണം കല്ലില്ലാതെ എൻ്റെ അമ്മയ്ക്ക് തിരുമാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഇല്ലമ്മ? അപ്പം അമ്മ ക്ഷീണിച്ചു. കടയ്ക്ക് പോയിട്ട് വന്നത് കേട്ടോ, അതാണ് എൻ്റെ അമ്മ ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛൻ വന്നിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കാണ്. എന്ത് കറിയെന്ന് വെച്ചാൽ ബീൻസ് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? മുരിങ്ങ വേവിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കേട്ടോ വേവിക്കുക. ഇപ്പം നിങ്ങളെങ്ങനെ വേവിക്കണം എനിക്കറിയില്ല, ജസ്റ്റ് കമ്പനി. ഓക്കെ, നിങ്ങളെങ്ങനെ വേവിക്കുക. ഞാൻ എനിക്ക് ചായ ചൂടാത്തിരുന്നു എൻ്റെ അച്ഛനുണ്ടല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ ലൈഫ്. രാവിലെ മുതൽ ഈ ഒരു നിമിഷം നൈറ്റ് വരെയുള്ള ഡേ ഇൻ ലൈഫ്. ഓക്കെ, ഇന്നത്തെ ഫുൾ ബിസി ഡേ ആണ്. നോക്കൂ, എൻ്റെ അനിയൻ കാണിക്കുന്നൊക്കെ. എൻ്റെ അനിയുണ്ടല്ലോ കോയമ്പത്തൂരിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വയറിങ്ങനെ തൊപ്പ പോലെ കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ ലൈഫ്. ഓക്കെ, ഇത്രയും ഞാൻ വിടും. എൻ്റെ അനിയൻ വിട്ടിട്ടോ, ഞാൻ ഇടും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.